നാടകരചന എന്ന് പറയുന്നത് ചില ചിട്ടവട്ടങ്ങളും ചില കണക്കുകളും, അതായത് ഓരോ കഥാപാത്രം പറയുന്ന രീതിക്കനുസരിച്ച്, ഇപ്പോൾ നമ്മൾ ഒരു തിയേറ്ററിനെ കേന്ദ്രീകരിച്ചാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ സമയക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഈ രചനയുടെ ഒരു വ്യത്യാസം? ഇത് ഓരോ രചനയ്ക്കും ഓരോ പരിസരവും ഓരോ എഴുത്ത് രീതിയുമാണ്. ഇപ്പം മകരധ്വനി തന്നെ എടുക്കാം. മകരധ്വനി ആദ്യം സ്ക്രിപ്റ്റ് അല്ല, ഡയലോഗ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. ആദ്യം ക്രിയാംശം മുഴുവൻ ഒരു വർക്ക്ഷോപ്പുകളിലൂടെ 5 വർക്ക്ഷോപ്സ് നമ്മൾ നടത്തി കേരളം മുഴുവൻ. 4 കൊല്ലത്തിനിടയ്ക്ക് ആക്ടേഴ്സ് പോലും അറിയാതെ വർക്ക്ഷോപ്പ് നടത്തി. അവരിതാണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ തന്നെ നമ്മൾ വർക്ക്ഷോപ്പ് നടത്തി. അപ്പം ആ ക്രിയാംശ രൂപീകരണത്തിലൂടെയാണ് എനിക്ക് ക്ലാരിഫിക്കേഷൻ ഉണ്ടാകുന്നത്. കടലിനടിയിൽ ഉള്ളൊരു പശ്ചാത്തലം ആവിഷ്കരിക്കാൻ സിനിമയെ നിഷേധിച്ചുകൊണ്ടുള്ളൊരു ഇടം ഉണ്ടാക്കണം. ഒരു ഇമാജിനറി സ്പേസാണ്. ആ ഇമാജിനറി സ്പേസ് നമ്മൾ എങ്ങനെ അരങ്ങത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ ഒരു വെല്ലുവിളിയാണ്. അപ്പം ഞാൻ അങ്ങനെയുള്ളൊരു സെറ്റ് ഡിസൈൻ ചെയ്യണം, അല്ലേ? കടലായിട്ട് വരണം, അത് പാതാളമായിട്ട് വരണം. നമ്മൾ കണ്ടിട്ടില്ല പാതാളമൊന്നും. അപ്പം ഭാവനയിൽ അതിൻ്റെ ഒരു ലൈൻസ് ആൻഡ് ലാംഗ്വേജ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു പരിസരമാണ് സത്യത്തിൽ മകരധ്വനിയിൽ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. എന്നിട്ടാണ് അതിനകത്ത് ഡയലോഗ്സ് എഴുതിയത്. നാടകം പൂർത്തിയായി മൊത്തം ബ്ലോക്കിംഗ്, നാടകത്തിന് ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ ചിട്ട ചെയ്യൽ. ആ ചിട്ട ചെയ്യൽ മുഴുവൻ കഴിഞ്ഞിട്ടാണ് ആരൊക്കെ എന്ത് ഡയലോഗ് പറയണമെന്ന് നമ്മൾ തീരുമാനിക്കും. മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കഥാപാത്രം അത് പറഞ്ഞാൽ മതി. ആ കഥാപാത്രത്തിന് ആ സാഹചര്യത്തിൽ പറഞ്ഞേ തീരുള്ളൂ എന്ന് തോന്നുന്ന ഡയലോഗ് മാത്രം എഴുതുക. അങ്ങനെ ഇഷ്ടപ്പെടുമല്ലോ നമ്മൾ. അയ്യോ, ഇത് നമ്മൾ ചെയ്തുകൊണ്ട് തീരുന്നില്ല, ഇത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ഇത് ശരിയാവില്ല, ഈ സംഭാഷണം പറഞ്ഞേ പറ്റും. അങ്ങനെ ഒരു രചനാ രീതിയാണ് സത്യത്തിൽ മകരധ്വനി ചെയ്തത്. ഛായാമുഖി ഒരിക്കലും അങ്ങനെയല്ല. ഛായാമുഖി അങ്ങനെ ക്രമപ്പെട്ട് എഴുതി വന്നു, ഒരു ബ്രേക്ക് വന്നു, 2000 എഴുതി നിർത്തി, 2003 പിന്നെ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെയൊക്കെ. അപ്പം അതുകൊണ്ട് ഒരു നിയതമായ വഴിയൊന്നും എഴുത്തിന് എനിക്കില്ല. അത് ഓരോ സ്ക്രിപ്റ്റും ഓരോ തരത്തിലാണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ പൊതുവെ നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ, മലയാള നാടകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുന്നത് അമർച്ചർ ആൻഡ് പ്രൊഫഷണൽ നാടകങ്ങൾ എന്നാണ്. അപ്പോൾ 2 തരത്തിലുള്ള ആസ്വാദനമാണ് അവിടെ നിലനിൽക്കുന്നത്. പിന്നെ മറ്റത് നമ്മൾ കലയിലെ സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് സിനിമയ്ക്കുമാണ്. ഇന്ന് നാടക കലാകാരന്മാർ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികം വളരെയധികം ഒരു കാര്യം തന്നെയാണ്. ഈ അമച്ചർ പ്രൊഫഷണൽ നാടകങ്ങളുടെ രീതികളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ 2 പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു നാടക സങ്കേതം സത്യത്തിൽ കേരളത്തിൽ ഇതുവരെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല എന്നാണ് സത്യം. പ്രൊഫഷണലിസം ഉണ്ടെങ്കിൽ അത് പ്രൊഫഷണൽ ആവുന്നു. പ്രൊഫഷണൽ എന്നുള്ള വാക്കുകൊണ്ടൊരു കാര്യം അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതല്ല പ്രൊഫഷണലിസം. എന്താണ് പ്രൊഫഷണൽ കോഴ്സുകളുടെ പ്രത്യേകത? അപ്പം എന്താണ് പ്രൊഫഷണലിസം? ഒരു പ്രത്യേക വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി പഠിക്കുകയും അതിലൂടെ അവർ ജീവിക്കുകയും അവരുടെ ജീവിതം കൊണ്ട് അവർക്ക് സോഷ്യലി അവർ ഇപ്പം എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരാൾ, മെഡിസിന് പഠിക്കുന്ന ഒരാൾ, തിയേറ്റർ പഠിക്കുന്ന ഒരാൾ, ഏതിലായാലും നമുക്കൊരു പാഷൻ ഉണ്ടാവണം. അതേസമയം ഇത് സഭ്യമായ ഒരു തൊഴിലിടമാണ് എന്ന ബോധ്യം തിയേറ്ററിൽ വരുന്ന ആൾക്കാർക്ക് ഉണ്ടാവണം. അപ്പോൾ അതിനുള്ള പരിസരമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഛായാമുഖി 2ാം പതിപ്പ് പ്രകാശനം ചെയ്യുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി ഏറ്റവും ആശാവഹമായ ഒരു കാര്യം പറഞ്ഞു. പെർമനന്റ് 3 തിയേറ്റേഴ്സ് കേരളത്തിലുണ്ടാവുന്നു. ശമ്പളം കൊടുത്ത് ആർട്ടിസ്റ്റുകളെ വെക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കും. അതിനുവേണ്ടിയുള്ള ഫണ്ട് സർക്കാർ ഇനിഷ്യലി പമ്പ് ചെയ്യും. 365 ദിവസവും ഈ സ്ഥലത്ത് നാടകം കളിച്ചുകൊണ്ടിരിക്കും. ബംഗാളിലൊക്കെ അത്തരം മാതൃകകളുണ്ട്. ഒരുപക്ഷെ യൂറോപ്പിലൊക്കെ ഇത് എത്രയോ കൊല്ലം മുമ്പുള്ളതാണ്. യൂറോപ്പിലൊക്കെ 10 കൊല്ലത്തോളം സർക്കാർ നാടക അല്ലെങ്കിൽ തിയേറ്റർ ഫോംസിന് വേണ്ടി ഫണ്ട് പമ്പ് ചെയ്യും. പിന്നെ ഇൻകം ജനറേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ഫണ്ട് നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ കേരളത്തിൽ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ ഒരു ഭാവനയെന്ന് മന്ത്രി പറഞ്ഞു. അത് ഏറ്റവും ആശാവഹമായ ഒരു കാര്യമാണ്. കാര്യം നമ്മുടെ സ്കൂൾ ഓഫ് ഡ്രാമ പോലെ അല്ലെങ്കിൽ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ തിയേറ്റർ ഡിപ്പാർട്ട്മെൻറ്റ് പോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നമുക്കിപ്പോൾ. അപ്പോൾ അവിടെയൊക്കെ പഠിച്ചിറങ്ങുന്നവർ നാടകത്തിന് വേണ്ടി തന്നെ ജീവിക്കണം എന്നുള്ളതായിരിക്കണം. പിന്നെ പ്രതിബദ്ധമായ സാമൂഹ്യ പ്രതിബദ്ധമായ ഒരു മനസ്സിന് ഏറ്റവും ആവശ്യം സെക്യൂരിറ്റിയാണ്, പൈസ. അപ്പോൾ ജീവിക്കാൻ കൈനീട്ടേണ്ടി വരുന്നിടത്ത് എനിക്ക് എന്നിലുള്ള ലാളിത്യം നഷ്ടപ്പെടുകയും എൻ്റെ ചിറകുകൾ കരിയുകയും ചെയ്യുന്നിടത്ത് ഞാൻ അനാർക്കിസത്തിലേക്ക് പോവാം, അല്ലേ? ഞാൻ എൻ്റെ സ്വഭാവ വൈകൃതങ്ങളിലേക്ക് പോവാം. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോവാത്ത ഒരു തലമുറയായി തിയേറ്റർ ഒരു സമഗ്ര നല്ല വിഷയമായി വരികയും
നമുക്കൊരു സർക്കാർ ഉണ്ടാക്കി തന്ന കലാരൂപമാണ്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞൊരു നാടകമാണ് നമുക്ക് കേരളീയനൊരു ഒരു സർക്കാർ ഉണ്ടാക്കി തരുന്ന തരത്തിൽ ഒരു മാസിന്റെ സൈക്കോളജിയെ മാറ്റിമറിച്ചത്, ഒരു സമൂഹത്തിന്റെ മനഃശാസ്ത്രത്തിനെ മാറ്റിമറിക്കാൻ പ്രാപ്തിയുള്ള കലാരൂപം. വലിയൊരു ആശയം തന്നെയാണ് ഒരു സമൂഹത്തിന് മുന്നേ കൊണ്ടുവന്നത് നമുക്ക് പറയാം. അപ്പൊ അതിന് ഈസ്തറ്റിക്കലി ഒരു വാല്യൂ ഉണ്ട്, അതിന് ടെക്നിക്കലി ഒരു വാല്യൂ ഉണ്ട്, സാങ്കേതികമായും ശാസ്ത്രീയമായും മാനസികമായും ഒക്കെ അതിനൊരു ഒരു മികവുണ്ട്. അത് നല്ല അർത്ഥത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദവും എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ളതായിട്ടുള്ള പുതിയ പ്രൊഡക്ഷൻസ് ഉണ്ടാകാനുള്ള ഒരു ചിന്തയാണ് ഈ സർക്കാർ മുമ്പോട്ട് വച്ചിരിക്കുന്നത്. ശരിക്കും നാടകത്തിൻ്റെ സൗന്ദര്യബോധം കെടാതെ സൂക്ഷിക്കാൻ ഈ നടപടികൾ ഉപകരിക്കും എന്ന് തന്നെ വിചാരിക്കാം. നാടക കലാകാരന്മാരുടെ ചിറകുകൾ ഒടിയാതിരിക്കാൻ അവർ ശ്രമിക്കും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. നാടകത്തിൻ്റെ സങ്കേതങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അതുപോലെ തന്നെ പുതിയ ദിശാസൂചകങ്ങളൊക്കെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കായി പങ്കുവച്ച ശ്രീ പ്രശാന്ത് നാരായണൻ അവർക്ക് വളരെയധികം നന്ദി. സന്തോഷം.